Good morning, everyone. Welcome to the world of poetry. So, we were discussing about the different sorts of syllabic patterns in a poetry. എങ്ങനെയാണ് പലതരത്തിലുള്ള താളം പോയട്രിക്ക് മീനിങ് കൊടുക്കുന്നത്, ആ ഒരു പെർട്ടിക്കുലർ പോയത്തിൻ്റെ മീനിങ് എൻറിച്ച്ഡ് ആക്കി മാറ്റുന്നതെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സസിലൊക്കെ കണ്ടിട്ടുള്ളത്. So, we can move on to yet another topic, that is, okay, before moving on to that topic, let's summarize what we have learned, what we have dealt with in the last few classes. That's all about the meter. നമുക്ക് പ്രധാനമായിട്ടും ഒരു 6 മീറ്റേഴ്സാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു അത്? ഐ ആം, ട്രോക്കി, അനാപ്പസ്റ്റിക്, ഡാക്റ്റിലിക്, സ്പോണ്ടി ആൻഡ് പിറിക്. ഓക്കെ, അപ്പോൾ ഈ 6 മെട്രിക്കൽ പാറ്റേൺസാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഐ ആം, unstressed, stressed. Okay, you can recall it. I will help you to recall it. So just repeat it after me. I am unstressed, stressed, trocky, stressed, unstressed, anapestic, unstressed, unstressed, stressed, dactylic, stressed, unstressed, unstressed, pyrrhic, unstressed, unstressed, and spondy, stressed, stressed. Yes, that's it. അപ്പോൾ അങ്ങനെ നമ്മൾ 6 മീറ്റർ കണ്ടിട്ടുണ്ട്. ഈ 6 മീറ്ററും നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഏതൊക്കെയാണ് 2 ടെക്സ്ച്വലായിട്ട് പഠിക്കാനുള്ളതും ഒരു എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളതും ഏതൊക്കെയായിരുന്നു? ദ ഫസ്റ്റ് 2, ഐ ആം ആൻഡ് ട്രോക്കി. അപ്പോൾ ഐ ആമും ട്രോക്കി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വി നോ ദാറ്റ് ഇത് രണ്ടും നമ്മൾ പറഞ്ഞു 2 സിലബിളുടെ പാറ്റേണും ഉണ്ട് ലിറ്ററേച്ചറിൽ, 3 സിലബിളുടെ പാറ്റേണും ഉണ്ട്, 3 എണ്ണത്തിൻ്റെ ഗ്രൂപ്പായിട്ടുള്ള സിലബിക് പാറ്റേണിങ്ങും ഉണ്ട്. അപ്പോൾ ഐ ആം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ട്രോക്കി ആണെങ്കിലും 2 എണ്ണീഷമായിട്ട്, അതായത് പെയറായിട്ട് ഗ്രൂപ്പ് ചെയ്യാനായിട്ടുള്ളതേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു വരി തന്നിട്ടുണ്ടെങ്കിലും എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ 2 എണ്ണമായിട്ട് മാത്രം നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ മതി. 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ചിന്ത പോലും നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം അത് വരുന്നത് ഡാക്റ്റിലിക്കിലും അനാപ്പസ്റ്റിക്കിലുമാണ്. അത് നമുക്ക് തൽക്കാലം എക്സാമിനേഷൻ എഴുതാനായിട്ട് ഇല്ല. അപ്പോൾ നമ്മൾ 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ അയാമിൻ്റെ പ്രത്യേകത എന്താണ്? ഡം അല്ലേ, അൺസ്ട്രെസ്ഡ്, സ്ട്രെസ്ഡ് ആണ്. ട്രോക്കിയുടെ പ്രത്യേകത എന്താണ്? ഡം ഡാ അല്ലേ, സ്ട്രെസ്ഡ്, അൺസ്ട്രെസ്ഡ് ആണ്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നഴ്സറി റൈമാണ്, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒന്നാണ്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. യെസ്, ആ ഒരു നഴ്സറി റൈമിൽ, കുട്ടിക്കവിതയിൽ യൂസ് ചെയ്തിരിക്കുന്ന മീറ്റർ ഏതാണെന്നറിയാവോ? ഏതായിരിക്കാം? ഇറ്റ് ഹാസ് യൂസ് ദ ട്രോക്കേക്ക് മീറ്റർ. ട്രോക്കേക്ക് മീറ്ററാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് സ്ട്രെസ്ഡ്, അൺസ്ട്രെസ്ഡ്, ടൈഗർ ടൈഗർ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. അപ്പോൾ അങ്ങനെ ഒരു മൊമെൻറ്റം, ഒരു വല്ലാത്തൊരു റിച്ച് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആ ഒരു പോയത്തിന് കൊടുക്കുന്നുണ്ട്. യെസ്, ഈവൻ ഇഫ് ഇറ്റ്സ് എ നഴ്സറി റൈം, ഒരു കുട്ടികൾക്ക് പാടാൻ പറ്റുന്ന ഭാഗത്തിലൊരു മാർച്ചിങ് പോലെ, അല്ലെങ്കിൽ ഒരു നല്ല ബീറ്റ് അതിൽ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ടെക്സ്ച്വൽ ആയിട്ടുള്ള എക്സസൈസുകളൊന്നും നമ്മൾ നോക്കുമ്പോൾ വി ക്യാൻ സീ ദർ ഇസ് എ ക്ലാസ് റൂം ആക്ടിവിറ്റി ഗിവൻ in page number 45, that is, count the number of beats in the examples above. Is Blake's poem in trimeter or tetrameter? That is a very important question to be discussed. നമ്മൾ ടൈഗർ ടൈഗർ ബേണിംഗ് ബ്രൈറ്റ് എന്നുള്ള ആ ഒരു പോയം നമ്മൾ സിലബിൾ ഡിവൈഡ് ചെയ്തു. ആൻഡ് വി ഹാഡ് കം ടു എ പോയിൻറ്റ് ദാറ്റ് ഇറ്റ് ഹാസ് ഗോട്ട് ദ സിലബിക് പാറ്റേൺ ഓഫ് സ്ട്രെസ്ഡ്, അൺസ്ട്രെസ്ഡ്. സോ ട്രോക്കേക്കാണ് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മളത് ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്കും ടൈഗർ 1, ടൈഗർ 2, ബേണിംഗ് 3, ബ്രൈറ്റ് 4. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സിലബിക് പാറ്റേൺ ഡിവൈഡ് ചെയ്തത്. അവിടെ ഒരു പോയിൻറ്റും കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്യണം. അവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഈസ് ബ്ലേക്സ് പോയം ഇൻ ട്രൈമീറ്റർ ഓർ ടെട്രാമീറ്റർ എന്നുള്ളത്. ആക്ച്വലി ദ ആൻസർ ഇസ് ട്രോക്കേക്ക് ടെട്രാമീറ്റർ ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് 4 syllables, ബട്ട് കൺസിഡർ ദ 4th one. ടൈഗർ എന്ന് പറയുമ്പോൾ അവിടെ 2 സിലബിളുണ്ട്. അപ്പോൾ അവരൊരു ഫൂട്ടായി, ഒരു ഗ്രൂപ്പായി. രണ്ടാമത്തെ ടൈഗർ ഓക്കെ 2 എണ്ണം ഉണ്ട്. നെക്സ്റ്റ് പെയർ, നെക്സ്റ്റ് ജോഡി 2, സെക്കൻഡ് വൺ ആയി. ബേണിംഗ് 2 സിലബിളുണ്ട്, അതും 3ാമത്തെ ടീമായി. ഓക്കെ, ബ്രൈറ്റ്, what about bright? Bright is a monosyllabic word.
So when we check that particular syllable, that is bright, bright is considered as a monosyllabic one. അപ്പോൾ മോണോസിലബിക് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് നമുക്കൊരു മീറ്ററായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും, ഈവൻ ദോ ദർ ഇസ് വൺ സിലബിൾ. ബട്ട് ആ സിലബിള് ഒരെണ്ണേ ഉള്ളൂ, ഒരു സ്ട്രെസ്ഡ് സിലബിൾ മാത്രമേ ഉള്ളൂ, അൺസ്ട്രെസ്ഡ് ഇസ് മിസ്സിങ്. അപ്പോൾ അങ്ങനത്തെ സ്ഥിതിക്ക് വരുമ്പോഴത്തേക്കും വി കോൾ ദാറ്റ് പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് syllables which are incomplete with one name, that is catalectic. Catalectic. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടൈഗർ ടൈഗർ ബേണിംഗ് ബ്രൈറ്റ് എന്നുള്ള ഒരു ലൈനിലെ മീറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് എ ട്രോക്കേക്ക്, ടെട്രാമീറ്റർ, കാറ്റലക്റ്റിക്. ട്രോക്കേക്ക്, ടെട്രാമീറ്റർ, catalectic. It is tetrameter because it contains 4 feet, 1, 2, 3, 4. But the fourth one has got only one syllable. It is incomplete one. So we call it as a catalectic. So it is trochaic, tetrameter, catalectic. അപ്പോൾ ഉത്തരം അവിടെ എഴുതി വയ്ക്കുക. ട്രൈമീറ്റർ ആണോ ടെട്രാമീറ്റർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെട്രാമീറ്റർ ആണ്. എന്നാൽ ടെട്രാമീറ്റർ കംപ്ലീറ്റും അല്ല, ലാസ്റ്റത്തെ ആ ഒരു സിലബിൾ കാറ്റലക്റ്റിക്കും ആണ്. ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ആ ഒരു ടേമിന്, ആ ഒരു കാര്യത്തിൽ നമ്മൾ അങ്ങനെയാണ് വിളിക്കുന്നത്. ഇനി we have another poem, Thomas Hardy. They read the following lines and describe the tone. Woman much missed, how you call to me, saying that now you are not as you were, when you had changed from the one who was all to me, but as at first when our day was fair. തോമസ് ഹാർഡി എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള വിക്ടോറിയൻ നോവലിസ്റ്റ് കം പോയറ്റിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ദി വോയിസ് എന്ന് പറയുന്ന ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഓട്ടോബയോഗ്രഫിക്കലൊക്കെ ആയിട്ടുള്ള ഒരു പോയമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഹി വാസ് ഹിസ് റെമിനിസൻസ് അബൌട്ട് ഹിസ് വൈഫ് ഇസ് എക്സ്പ്രസ് ടു ദിസ് പോയം എമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ ഒരു കവിതയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദി വോയിസ് എന്ന് പറയുന്ന 1982 ഇറങ്ങിയിട്ടുള്ള പോയമാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈഫ് ഇസ് ഡിസീസ്ഡ് പേഴ്സൺ നൗ, ഷീ ഈസ് നോ മോർ. അപ്പോൾ ആ സ്ത്രീയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ ഒരു വരികളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വുമൻ മച്ച് മിസ്ഡ്, ഹൗ യു കോൾ ടു മീ, saying that now you are not as you were. Definitely there is a beauty of spiritual and eternal love towards his wife even after her death. ആ ഒരു മരണത്തിന് ശേഷം എറ്റേണൽ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ലവ് അവർക്കിടയിലുണ്ട്. സോ ഹി കുഡ് ഹിയർ ഹർ വോയിസസ് ആൻഡ് ഹി ഈസ് തിങ്കിങ് ദാറ്റ് ഷി വാസ് എ ബിറ്റ് ഓൾഡർ. അപ്പോൾ പണ്ട് എങ്ങനെയാണ് വളരെ അവർ കോട്ട് ചെയ്തിരുന്ന സമയത്തൊക്കെ വളരെ യൗവനയുക്തിയായിട്ട് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള റെജുവിനേറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ചെറിഷ്ഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരിക്കില്ല ഡെഫിനറ്റ്ലി അവർ ഓൾഡ് ആകുമ്പോഴത്തേക്കും അവർക്ക് പ്രായാധിക്യം കൊണ്ടും രൂപത്തിനും ഒക്കെ മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് ഹി കുഡ് സ്റ്റിൽ റിമെമ്പർ വിച്ച് കളർ ഡ്രസ് ഷീ വാസ് വെയറിങ് വെൻ ദേ ഫസ്റ്റ് മെറ്റ്. ഇദ്ദേഹത്തിൻ്റെ തന്നെ തോമസ് ഹാർഡിൻ്റെ എന്ന് പറയുന്നത് പേഴ്സണലി സ്പീക്കിംഗ് ഐ ലവ് തോമസ് ഹാർഡീസ് ആൻഡ് DH ലോറൻസ് വർക്ക്സ് ബിക്കോസ് കുറച്ച് റൊമാൻറ്റിസൈസ്ഡ് ആണ് ആസ് വെൽ ആസ് നല്ല ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് അവർ എഴുതാറുള്ളത്. എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇലാബറേറ്റ് ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ആളെക്കുറിച്ചാണെങ്കിലും അയാളുടെ ഡ്രസ്സിങ് ആണെങ്കിലും അയാൾ നടന്നു വരുന്ന വഴികളാണെങ്കിലും ഒക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് മൈന്യൂട്ടായിട്ടുള്ള എസെൻഷ്യൽസ് പോലും അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് പോകുന്നത്. So what will happen is that we could imagine we will get a clear-cut picture about that particular character and his body language and his mannerisms and everything. Particularly speaking about Under the Greenwood Tree, അതിൻ്റെയൊക്കെ തുടക്കത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പെയർ ഓഫ് ബ്ലൂ ഐസ് എന്ന് പറയുന്ന തോമസ് ഹാർഡിയുടെ ആ ഒരു നോവൽ, ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള നോവൽ, ഈ പറയുന്ന എമ്മയെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന സീൻ അത് അവിടെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നുണ്ട്. ഷീ വാസ് വെയറിങ് ദിസ് ബ്ലൂ കളർ ഗൗൺ വിത്ത് ഓൾ ദോസ് സാറ്റിൻ സാഷസ് അറൗണ്ട് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മനോഹരമായിട്ടുള്ള അതിങ്ങനെ കാറ്റിലിങ്ങനെ പാറുന്നതൊക്കെ ആയിട്ട് വളരെ രസകരമായിട്ടാണ് ആ ഒരു കാഴ്ചയെ, ആ ഒരു കണ്ടുമുട്ടലിനെ ഇദ്ദേഹം വിവരിക്കുന്നത്. അപ്പോൾ ആ ഓരോ കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. സോ ഷീ വാസ് വെരി യങ്, ഷീ വാസ് വെരി ബ്യൂട്ടിഫുൾ, ഷീ വാസ് വെരി റോബസ്റ്റ് ഇൻ ദാറ്റ് പീരിയഡ്, ബട്ട് ഷീ വാസ് നോ മോർ ലൈക്ക് ദാറ്റ്. ഡെഫിനറ്റ്ലി ഓൾഡ് ആകുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളും ഭാവങ്ങളും ഒക്കെ എല്ലാവർക്കും മാറ്റങ്ങളും രൂപങ്ങളൊക്കെ വരും.
അപ്പോൾ അതാണ് അദ്ദേഹം ഇവിടെ റീകോൾ ചെയ്യുന്നത്. സെയിങ് ദാറ്റ് നൗ യു ആർ നോട്ട് ആസ് യു വർ വെൻ യു ഹാഡ് ചേഞ്ച് ഫ്രം ദ വൺ ഹു വാസ് ഓൾ ടു മീ ബട്ട് as at first when our day was fair, when the day was fair, when the day was youthful, when we were quoting those bygone days, those good old days, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഓർക്കുകയാണ്. ഇവിടെ ഈ ഒരു പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഡാക്റ്റിലിക് ആയിട്ടുള്ള സിലബിക് പാറ്റേൺ ആണ്. വുമൻ മച്ച് മിസ്ഡ് ഹൗ യു കോൾ ടു മീ, കോൾ ടു മീ, ഡം ഡാഡ, ഡം ഡാഡ, ഡം ഡാഡ, ഡം ഡാഡ. 4 എണ്ണം വരുന്നുണ്ട്. വു മെൻ ഡൈസിലബിക് ആണ്, ആ വേർഡ് സ്പ്ലിറ്റായി പോവുക. അപ്പോൾ വു മെൻ മച്ച്, അപ്പോൾ വു മെൻ മച്ച് 1 foot. Missed how you second foot. Call to me, stressed unstressed stress, call to me, call to me. Okay, അപ്പോൾ അങ്ങനെ women much missed how you call to me, call to me എന്ന് പറയുമ്പോൾ അവിടെ 4 എണ്ണം വന്നു കഴിഞ്ഞു. സോ ദിസ് ഫസ്റ്റ് ലൈൻ ഇസ് ഇൻ ഡാക്റ്റിലിക് ടെട്രാമീറ്റർ. ഡാക്റ്റിലിക് ആണ് പാറ്റേൺ. എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. സോ ഇറ്റ് ഇസ് എ ഡാക്റ്റിലിക് ടെട്രാമീറ്റർ. Saying, saying, saying is disyllabic. So saying that now you are not as you were. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻകംപ്ലീറ്റ്നെസ് വരുന്നുണ്ട്. സേയിങ് ദാറ്റ് എന്നുള്ളത് 1 foot, നൗ യു ആർ 2nd foot, നോട്ട് ആസ് യു 3rd foot, ആൻഡ് 4th one എന്ന് പറയുന്നത് വേർ, ഒരു സ്ട്രെസ്ഡ് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് എ ഡാക്റ്റിലിക് ടെട്രാമീറ്റർ, കാറ്റലറ്റിക്. ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്. When you had changed from the one who was all to me, again that pattern, dactylic tetrameter complete ആണ്. But as at 1 foot, first when our 2nd foot, day was fair. അവിടെ എത്ര മീറ്ററേ ഉള്ളൂ? 3 എണ്ണേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് എ ഡാക്റ്റിലിക് ട്രൈമീറ്റർ. അപ്പോൾ ഇങ്ങനൊരു പാറ്റേൺ ആണ്. പിന്നെ അതിന് ശേഷം കവിതയിലൊക്കെ നോക്കുമ്പോഴത്തേക്കും അവിടെ അയാമ്പൊക്കെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. എനിവേ ദിസ് പാറ്റേൺ ഇങ്ങനെ എവിടെയാണോ എംഫസൈസ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു പോയറ്റിന് ഇന്ന പോയിന്റിലാണ് എനിക്ക് ആ ലേഡിനെയാണ് മിസ്സായതെന്ന് എംഫസൈസ് ചെയ്യണമെങ്കിൽ അവിടെയാവും ആ മീറ്ററിനനുസരിച്ചിട്ട് ആ ഒരു പോയിന്റിനനുസരിച്ചിട്ടാവും മീറ്റർ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. എന്ത് പോയിൻ്റാണോ പറയുന്നത് അത് സ്ട്രെസ് ചെയ്തിട്ടാവും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം അതിനനുസരിച്ചിട്ട് റിതമിന് മാറ്റം വരും. വി നോ ദാറ്റ് വെൻ ഇൻ എ പെർട്ടിക്കുലർ ലൈൻ വെൻ ദ ഫസ്റ്റ് സിലബിൾ ഇസ് സ്ട്രെസ്ഡ്, വെൻ ഇറ്റ് ഇസ് ഡിവൈഡ് ഇൻ ടു 2, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബിക്കം എ ട്രോക്കേക്ക് 1. അപ്പോൾ ട്രോക്കേക്കിൻ്റെ പ്രത്യേകത എന്താണ്? അയാമ്പിൻ്റെ പ്രത്യേകത എന്താണ്? വി ഡിസ്കസ് ദോസ് തിങ്സ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. എനിവേ വി ക്യാൻ കം ടു ദാറ്റ് വൺസ് അഗൈൻ. അപ്പോൾ ഈ ഒരു തോമസ് ഹാർഡിയുടെ പോയത്തിൽ നമ്മളിപ്പോൾ കണ്ടത് ഈ ഒരു 4 വരി മാത്രം, പോയം കംപ്ലീറ്റ് ഒന്നുമില്ല. ദി വോയിസ് എന്നുള്ള ഈ 1982 ഇറങ്ങിയിട്ടുള്ള ഈ ഒരു പോയത്തിൽ അദ്ദേഹത്തിൻ്റെ ഡിസീസ്ഡ് വൈഫിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ഈ ഒരു പോയത്തിൽ, ആ പോയറ്റിക് എക്സ്ട്രാക്റ്റിൽ നമ്മൾ കണ്ടത് 3 lines ആർ ഇൻ ഡാക്റ്റിലിക് ടെട്രാമീറ്റർ. അതിൽ 2ാമത്തെ വരി ഡാക്റ്റിലിക് കാറ്റലക്റ്റിക് ആണ്, ബിക്കോസ് ഇൻകംപ്ലീറ്റ് ആണ്. 4ാമത്തെ മീറ്റർ ഉണ്ട്, പക്ഷേ 2 എണ്ണം മിസ്സിംഗ് ആണ്. ആൻഡ് ലാസ്റ്റത്തെ ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡാക്റ്റിലിക് ട്രൈമീറ്റർ. കാരണം ഡാക്റ്റിലിക് പാറ്റേൺ 1, 2, 3 എണ്ണേ വരുന്നുള്ളൂ. അതുകൊണ്ട് അത് ട്രൈമീറ്ററായി മാറി. 4 എണ്ണം വന്നിരുന്നെങ്കിൽ ടെട്രാമീറ്റർ ആയേനെ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അയാമ്പും ട്രോക്കി എന്താണെന്ന് ഒന്നുകൂടെ സമ്മറൈസ് ചെയ്ത് കാണാം. ബിക്കോസ് നിങ്ങൾക്ക് എക്സാമിനേഷന് ചോദിക്കുക ഈ 2 മീറ്റർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വി ക്യാൻ ജസ്റ്റ് once again go through the iamb as well as trochee meterൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്. ഒന്ന് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ്. 1-2 പോയിൻറ്റ്സ്, ടെക്സ്ച്വൽ ആയിട്ടുള്ള പോയിൻറ്റ്സും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ വെച്ചിട്ട് നമുക്ക് നോക്കാം. പോയിൻറ്റ് നമ്പർ 1, അയാമ്പിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഡെഫിനറ്റ്ലി അയാം ഇറ്റ്സ് എ വെരി കോമൺലി ഓർ റെഗുലർ റിതം പാറ്റേൺ യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓർ ഇൻ ഇംഗ്ലീഷ് പോയട്രി സ്പെസിഫിക്കലി സ്പീക്കിംഗ്. സോ ഫസ്റ്റ് പോയിൻറ്റ് ഇസ് കോമൺലി യൂസ്ഡ് ഇൻ പോയട്രി ആൻഡ് വേഴ്സ് ഫോംസ് ഇൻ ഇംഗ്ലീഷ്. That regular pattern is called as iamb. And iambന്റെ പാറ്റേൺ ഒന്നും ഞാനിവിടെ പറയുന്നില്ല. പാറ്റേൺ ഇറ്റ്സ് ഓൾറെഡി അണ്ടർസ്റ്റുഡ്. അൺസ്ട്രെസ്ഡ് ഫോളോഡ് ബൈ എ സ്ട്രെസ് സിലബിൾ. ഡ ഡം, ഡ ഡം, അല്ലേ? അൺസ്ട്രെസ്ഡ്, സ്ട്രെസ്ഡ്. സെക്കൻഡ് പോയിൻറ്റ് ഇസ് ഇറ്റ്സ് റെഗുലർ റിതം ഇൻ ഇംഗ്ലീഷ്. അത് ഫസ്റ്റ് പോയിൻറ്റിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന പോയിൻ്റാണ് റെഗുലർ റിതം ഇൻ ഇംഗ്ലീഷ്.
തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് യൂസ്ഡ് മെയിൻലി ബൈ എലിസബത്തൻ ഡ്രമാറ്റിസ്, ജോൺ ഡൺ, ഷേക്സ്പിയർ, വേർഡ്സ്വർത്ത് ആൻഡ് ഡെഫിനറ്റ്ലി വി നോ ദാറ്റ് കീറ്റ്സ്, ഷെല്ലിയിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. കീറ്റ്സിൻ്റെ നമ്മളുടെ ഓട്ടുവാട്ടം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അനലൈസ് ചെയ്തു. ഷെല്ലിയുടെ ഇഫ് വിൻഡർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ് ഒരു എക്സാമ്പിളായിട്ടൊരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരുവിധപ്പെട്ട എല്ലാവരും, ആസ് വി മെൻഷൻ, ഇറ്റ്സ് എ റെഗുലർ റിതം ഇൻ ഇംഗ്ലീഷ്, എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. മോഡേൺ കുറച്ചുകൂടെ കണ്ടംപററി അല്ലെങ്കിൽ കുറച്ചുകൂടെ 20th സെഞ്ച്വറിയിലേക്ക് വരുമ്പോഴത്തേക്കും TS Eliot യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ അതിനെയൊക്കെ കൺവെൻഷണൽ സ്റ്റൈലിനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മോഡേണിറ്റിയും പോസ്റ്റ് മോഡേണിറ്റിയും പോസ്റ്റും ഒക്കെ എത്തി നിൽക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഫ്രീ വേഴ്സിലേക്കൊക്കെ ആയിട്ടാണ്. പിന്നെയും പോയറ്റിക്ക് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. പോയത്തിൻ്റെ സ്ട്രക്ചർ, ഡെഫിനറ്റ്ലി വി നോ ദാറ്റ് സ്ട്രക്ചർ ഓൾസോ റിഫ്ലെക്ട്സ് ഇറ്റ്സ് മീനിങ്. ഇപ്പോൾ സ്ട്രക്ചറിൽ തന്നെ ഒരുപാട് പങ്ക്ച്വേഷൻ മാർക്സ് അതുപോലെ തന്നെ സ്പേസസ് ഒക്കെ കൊടുത്തുകൊണ്ട് ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ മോഡേൺ പോയട്രിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത് എലിസബത്തൻ ഡ്രമാറ്റിസ്, ഷേക്സ്പിയർ, വേർഡ്സ്വർത്ത്, TS Eliot, Donne, etc. And it is used to keep a kind of decorum and grandeur, a kind of order as well as, and to make the poem in a bit elegant manner, to change it into an elegant way, and to give a kind of grandeur to the poetry ഒന്നുകൂടെ റിച്ചാക്കി മാറ്റാനായിട്ടും കൂടിയിട്ടാണ് ഈ ഒരു റിതമിക് പാറ്റേൺ യൂസ് ചെയ്തിരുന്നത്. This iambic pattern is used to express cheerful and lighter thought. വളരെ cheerful ആയിട്ടുള്ള, ലൈറ്റർ ആയിട്ടുള്ള, ഇപ്പം നമ്മൾ വിൻ്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള, ഒരു ഹോപ്പ് ഉൾക്കൊള്ളുന്ന പോസിറ്റീവായിട്ടുള്ള തോട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതേസമയം മോഡേണിറ്റിയിലേക്ക് വരുമ്പോൾ, മോഡേൺ ടൈംസിലേക്ക്, അതായത് TS Eliotൻ്റെ കവിതകളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും വി ക്യാൻ സീ ദാറ്റ് ദീസ് മോഡേൺ പോയറ്റ്സ് ദേ യൂസ് ദിസ് പെർട്ടിക്കുലർ മെട്രിക്കൽ പാറ്റേൺ ടു എക്സ്പ്രസ് സീരിയസ് തിങ്സ്, സീരിയസ് തോട്ട്സ്, സീരിയസ് ആയിട്ടുള്ള മാറ്റർ ഡിസ്കസ് ചെയ്യാനായിട്ടും അയാംബ് യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. കുറച്ചുകൂടെ ഓൾഡർ ടൈംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു എലിസബത്തിന് ആ ഒരു ടൈം റൊമാൻറ്റിക് ഇറയിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹാപ്പിയർ ആയിട്ടുള്ള, ലൈറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് അയാംബ് യൂസ് ചെയ്തിരുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ട്രോക്കേക്കിൽ കാണുന്നത്. ജസ്റ്റ് വി നോ ദാറ്റ് ദ പാറ്റേൺ ഇസ് ഇൻ എ റിവേഴ്സ്ഡ് ഫോം. സ്ട്രെസ് എന്നുള്ള നേരെ തിരിച്ചിട്ട് സ്ട്രെസ്ഡ് അൺസ്ട്രെസ്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രോക്കേക്കിൽ മീറ്റർ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഹെവിയർ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് പറയാനായിട്ടെന്നാണ് പറയുന്നത്, ഓർ ഡാർക്കർ ഓർ ഹെവിയർ മൂഡ് എക്സ്പ്രസ് ചെയ്യാനായിട്ട്. ദാറ്റ്സ് വൈ വി കുഡ് സീ ദ ഫെറോഷ്യസ് ആനിമൽ ആൻഡ് ഇറ്റ്സ് പവർഫുൾ നേച്ചർ ഇൻ ദ ടൈഗർ പോയം ബൈ ബ്ലേക്കിൻ്റെ ടൈഗർ പോയത്തിൽ ആ ഒരു എലഗൻ്റ് ആയിട്ടുള്ള, എന്നാൽ അതേസമയം തന്നെ വളരെ ഫിയേഴ്സ്ഫുൾ ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള, ഫെറോഷ്യസ് ആയിട്ടുള്ള ഒരു ആനിമലായിട്ടാണ്, അതും നൈറ്റ് ടൈമിൽ somewhat a kind of evilness is mentioned. അപ്പോൾ ഒരേ ക്രിയേറ്റർ തന്നെ ഈവിളായിട്ടുള്ള ടൈഗറിനെയും ഇന്നസെൻ്റ് ആയിട്ടുള്ള ലാമ്പിനെയും ക്രിയേറ്റ് ചെയ്തു എന്നും പറഞ്ഞു പോകുന്നൊരു ഫിലോസഫിക്കലായിട്ടുള്ള ആ ഒരു യിങ് യാങ് കോൺസെപ്റ്റൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു പോയമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഭൂരിഭാഗം എടുത്തു നോക്കുകയാണെങ്കിൽ സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് സോങ്സ് ഓഫ് എക്സ്പീരിയൻസ്, യെസ്. അപ്പോൾ അതിൽ ടൈഗറിൻ്റെ ആ ഒരു ഈവൽ നേച്ചറും കൂടെ കാണിക്കാനായിട്ട്, അപ്പോൾ അത്തരത്തിലുള്ള ഡാർക്ക്, ഓർ വി ഹാഡ് മെൻഷൻഡ് അബൌട്ട് ദ വിച്ചസ്, ദ സ്പെൽസ് ഓഫ് വിച്ചസ്, ഡബിൾ എന്ന് പറയുന്ന ആ ഒരു വിച്ചസിൻ്റെ സ്പെൽ, അത്തരത്തിലുള്ള ഗ്രിമ്മായിട്ടുള്ള സബ്ജക്ട്സ് ഡീൽ ചെയ്യാനായിട്ടും ഈ പറയുന്ന ട്രോക്കേക്ക് മീറ്റർ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് സെക്കൻഡ് പോയിന്റ് നമുക്ക് നോക്കാം, അസോസിയേറ്റഡ് വിത്ത് ദ ആക്ഷൻ ഓഫ് റണ്ണിങ്. ആസ് വി മെൻഷൻഡ് എ കൈൻഡ് ഓഫ് റോളിംഗ് ഓർ കാസ്കേഡിങ് ഇഫക്റ്റ് ഇസ് ക്രിയേറ്റഡ്. ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും എപ്പോഴും ട്രോക്കേക്ക് മീറ്റർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും. ആ ഒരു കവിതയിൽ ഒരു മൊമെൻറ്റം ഫീൽ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ദ തേർഡ് പോയിന്റ്. ഇറ്റ് ക്രിയേറ്റ്സ് എ കൈൻഡ് ഓഫ് ഫോർവേഡ് മൊമെൻറ്റം. ഒരു ഫോർവേഡ് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ റോളിംഗ് ഓർ കാസ്കേഡിങ് ഇഫക്റ്റ്, കൈൻഡ് ഓഫ് ഫ്ലോ ഇസ് ദർ. ഒരു സിലബിളിൽ നിന്ന് അടുത്ത സിലബിളിലേക്ക് വളരെ നാച്ചുറലായിട്ടാണ് അത് പോകുന്നത്. ടൈഗർ ഒരു പോസ് ഇല്ലാതെ അതിങ്ങനെ കൂളായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് ദ പാറ്റേൺ ഇസ് സ്ട്രെസ്ഡ് അൺസ്ട്രെസ്ഡ്, സോ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് stressed unstressed, twinkle little star. There will be a kind of rolling effect in it എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെക്സ്റ്റ് ഹാവിങ് ഗ്രിം സബ്ജക്ട്സ്, നേരത്തെ പറഞ്ഞല്ലോ. ആൻഡ് ലാസ്റ്റ് ക്ലാസ്സിൽ മെൻഷൻ ചെയ്ത പോലെ പ്ലെയിൻറ്റീവായിട്ടുള്ള, റെസ്റ്റീവായിട്ടുള്ള, മോൺഫുൾ ആയിട്ടുള്ള ടോൺ എക്സ്പ്രസ് ചെയ്യാനും ട്രോക്കേക്ക് മീറ്റർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 4 പോയിൻറ്റ്സാണ് നമുക്ക് ട്രോക്കീനെ കുറിച്ചും പറയാനായിട്ടുള്ളത്.
ഈ 2 പോയിൻറ്റ്സ് നോക്കി വയ്ക്കുക. കാരണം ചിലപ്പോൾ എക്സാമിനേഷൻ ചോദിക്കും ഇന്ന പോയത്തിൻ്റെ മൂഡ് എന്താണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം മീറ്റർ എക്സ്പ്ലെയിൻ ചെയ്യുക, ഒപ്പം തന്നെ അതിൻ്റെ ഒരു മൂഡും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പറയുന്ന പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇഫ് ഇറ്റ് ഇസ് എ 5 marks question, you can add all these things. I am this used by these personalities and they used it for these particular reasons to give meaning in this particular way. ലൈറ്റർ ആയിട്ടാണോ ഗ്രേവർ ആയിട്ടാണോ എന്നൊക്കെ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ നമ്മുടെ ഇന്നത്തെ മെയിനായിട്ടുള്ള ടോപ്പിക്കിലേക്ക് കിടക്കാം. ഒരു കൊച്ചു ടോപ്പിക്കാണെന്ന് എടുക്കുന്നുള്ളൂ, എല്ലാം കൂടെ നമുക്കങ്ങ് സ്റ്റഫ്ഡ് ആയിട്ട് ആകെ എക്സോസ്റ്റഡ് ആവണ്ട. ലെറ്റ്സ് ടേക്ക് എ വെരി സിമ്പിൾ ടോപ്പിക്. നമ്മൾ സാധാരണ ഒരു സ്പീച്ചിൽ അല്ലെങ്കിൽ ഒരു പ്രോസിൽ അതിൽ നമ്മുടെ തോട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിലായിരിക്കും? Definitely it is through, now I am speaking, so definitely it will be expressed through different sentences. So ഒരു സെൻറ്റൻസ് കവിതയിൽ വരുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ലൈൻ. അതായത് പോയത്തിലെ സെൻറ്റൻസ് എന്ന് പറയുന്നത് ലൈൻസ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് റിട്ടൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. വി കോൾ സെൻറ്റൻസസ് ഇൻ പോയട്രി ആസ് ലൈൻസ്. അപ്പോൾ കവിതയിൽ ഉപയോഗിക്കുന്ന വാചകങ്ങളാണ് ലൈനുകൾ എന്ന് പറയുന്നത്. Consider the poem by Wordsworth. I wandered lonely as a cloud. I wandered lonely as a cloud. Okay, it is understood. ഞാനൊരു ക്ലൗഡിനെ പോലെ, ഒരു മേഘത്തെ പോലെ ഏകാന്തനായിട്ട് ഒറ്റയ്ക്ക് ഏകാന്തതയിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. That floats on high over vales and hills. അതെവിടേക്കാണ് ഇങ്ങനെ ഈ മേഘം നടക്കുന്നത്? That floats on high over vales and hills. മലഞ്ചെരുവുകളിലും കുന്നുകളിലും ഒക്കെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഏകാന്തപതികനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, ഇങ്ങനെ ഒഴുകി 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 പോവുകയാണ്. ദാറ്റ് ഫ്ലോട്ട്സ്. അവിടെ ഫസ്റ്റത്തെ ലൈനിൽ ആ ഒരു തോട്ട് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞു. ഐ വാൻഡേർഡ് ലോൺലി ആസ് എ ക്ലൗഡ്. ഓക്കെ, ഐ വാൻഡേർഡ് ലോൺലി ആസ് എ ക്ലൗഡ്, ക്ലൗഡായിട്ട് വാൻഡർ ചെയ്ത് പോയി. That floats, second line, that floats on high over hills, vales and hills. കുന്നും ചെരുവുകളിലും കുന്നുകളിലും ഒക്കെ ഒഴുകി ഒഴുകി അങ്ങനെ പോവുകയാണ്. Or we can consider the another poem, woods are lovely, dark and deep. Okay, woods are lovely, dark and deep. ഡെത്തിനെ സിഗ്നിഫൈ ചെയ്യുന്ന ഒരു വരികളാണത്. But I have promises to keep. But I have few more things, few more deeds to be accomplished. But I have few more obligations and duties to be fulfilled. But I have promises to keep. Okay, that's understood. And miles to go before I sleep. Sleep in the sense, it denotes death. Yes. And miles to go before I sleep. ഇവിടെ ഓരോ വരികളിലും കവി പറയാൻ ഉദ്ദേശിക്കുന്ന തോട്ട് ഓർ ആശയം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഓരോ വരികളിലും കവിക്ക് പറയാനുള്ള ആശയം കവി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ള തോമസ് ഹാർഡിയുടെ ഈ പറയുന്ന വോയിസ് എന്ന് പറയുന്ന പോയം നമുക്കൊന്ന് നോക്കാം. വുമൻ മച്ച് മിസ്ഡ് ഹൗ യു കോൾ ടു മീ saying that now you are not as you were when you had changed from the one who was all to me, but as at first when our day was fair. ഇവിടെ രണ്ടാമത്തെ വരിയിൽ നിന്ന് മൂന്നാമത്തെ വരിയിലേക്ക് ഒരു ഒഴുക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ വരി ഇൻകംപ്ലീറ്റ് ആണ് ആക്ച്വലി. ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റഡ്. saying that now you are not as you were when you had changed from the one who was all to me. Or ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷനാണെന്ന് വിചാരിക്കാം. എന്താ ഞാൻ പറയാൻ പോണേന്നുള്ളത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ടേക്ക് ദ പോയം ദാറ്റ് വി ഡിസ്കസ് പ്രീവിയസ്ലി. എമിലി ഡിക്കിൻസൻ്റെ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്നുള്ള പോയം എടുത്ത് നോക്കി. എടുത്തോ, ആ പോയം നോക്കാം നമുക്ക്. ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് he kindly stopped for me. The carriage held but just ourselves and immortality. അവിടെ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ദ മീനിങ് ഓർ ദ തോട്ട് ഈസ് ഇൻകംപ്ലീറ്റ്. ആൻഡ് വി ക്യാൻ സീ ഷീ ഹാഡ് യൂസ്ഡ് ലോട്ട് ആൻഡ് ലോട്ട്സ് ഓഫ് ഡാഷസ് ഇൻ ദ പോം. കുറേ ഡാഷസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫിക്സഡ് അല്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നവരുണ്ട്.
ഇൻ്റർപ്രിറ്റേറ്റേഴ്സിന് ഓപ്പണായിട്ട് വിട്ടുകൊടുക്കുന്നുണ്ട്. എനിവേ, even the first line, it is incomplete without the second line. Because I could not stop for death, he kindly stopped for me എന്നും കൂടെ വന്നാൽ മാത്രമേ, he kindly stopped for me എന്നും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ ഫസ്റ്റ് ലൈൻ കംപ്ലീറ്റഡ് ആവുള്ളൂ. പക്ഷെ അതിൻ്റെ കിടപ്പ് നോക്കി, the structure is different. It is moved on to the second line. And consider the third line. The carriage held but just ourselves and immortality എന്ന് ഒരു വരിയിൽ എഴുതേണ്ടതിന് പകരം ആ വരിനെ നേരെ ജമ്പ് ചെയ്ത് അടിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്, ആൻഡ് ഇമോർട്ടാലിറ്റി. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് രണ്ട് കൈൻഡ്സ് ഓഫ് സ്ട്രക്ചറിങ് ആണ്. ഒന്ന്, ഒരു വരിയിൽ തന്നെ തോട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കവിതകളുമുണ്ട്. രണ്ട്, ഒരു വരിയിൽ പറഞ്ഞ് തീർക്കാതെ അടുത്ത വരിയിലേക്ക് അതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരുന്ന പോയംസും ഉണ്ട്. അതിനതിൻ്റേതായിട്ടുള്ള റീസൺസും ഉണ്ട്. ദ പോയറ്റ് വാണ്ടഡ് ടു എംഫസിസ്, വാണ്ടഡ് ടു ഹൈലൈറ്റ് ഹിസ് ഇമോഷൻസ്, വാട്ട് എവർ ഇറ്റ് മേ ബി. ചിലപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ഹാർഡിയുടെ പോയത്തിൽ കാണുകയാണെങ്കിൽ ഹാർഡി ഈസ് ഇൻ എ തോട്ട് പ്രോസസ്. ഹീ ഈസ് തിങ്കിങ് അബൌട്ട് ഹിസ് ഡിസീസ്ഡ് വൈഫ്. സോ ദാറ്റ് തോട്ട് എങ്ങനെയാണ്, അതിനൊരു ഒഴുക്കുണ്ടായിരിക്കും, അതിനൊരു ഫ്ലോ ഉണ്ടായിരിക്കും. So that flow is expressed through these lines. The line itself is flowing. It itself is moving to the next line and to the next line. Thought itself is just like that. ഒന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിന്തകൾക്കൊരു ഓർഡറൊന്നും ഉണ്ടാവില്ല. അതിങ്ങനെ റെക്കർ ചെയ്ത് അതിങ്ങനെ പോവും എന്ന് പറയുന്ന പോലെ ഇവിടെ ഡിക്കിൻസിൻ്റെ കവിതയിൽ നോക്കുമ്പോഴത്തേക്കും ഷീ ഹാഡ് പർപ്പസ്ഫുള്ളി യൂസ് ദാറ്റ് പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് യൂസേജ്, കൈൻഡ് ഓഫ് സ്ട്രക്ചർ. അപ്പോൾ ഒരു വരിയിൽ തന്നെ തോട്ട് കംപ്ലീറ്റഡ് ആവുകയാണെങ്കിൽ ദാറ്റ് ലൈൻ ഇസ് കോൾഡ് ആസ് എൻഡ് സ്റ്റോപ്ഡ് ലൈൻസ്. എൻഡ് സ്റ്റോപ്ഡ് ലൈൻസ്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. ഓക്കെ, ഫസ്റ്റ് ലൈൻ തോട്ട് പറഞ്ഞു. ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. ഓക്കെ, തോട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പ് above the world so high. Okay, thought is over there. Like a diamond in the sky. The thought is again over. So all those 4 lines, they are in end stopped line pattern. Pattern ഒന്നും പറയുന്നില്ല, end stopped line ആണ് അതിലെ ആ ഓരോ വരികളും. അല്ലെങ്കിൽ ടൈഗർ ടൈഗർ ബേണിംഗ് ബ്രൈറ്റ്. അവിടെ ആ ലൈനിൽ ആ തോട്ട് അവസാനിച്ചു, അടുത്ത ലൈനിൽ അടുത്ത തോട്ടാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരു കണ്ടിന്യൂവേഷൻ കാണാനായിട്ട് സാധിക്കും. സോ പോയട്രിയിൽ നമ്മൾ കാണുന്ന ഈ ഒരു ഫീച്ചറിനെ വിളിക്കുന്ന പേരാണ് എൻജാംമെൻറ്റ്. എൻജാംമെൻറ്റ്. എൻജാംമെൻറ്റ്, ഇറ്റ് ഇസ് എ ഫ്രഞ്ച് ടേം വിച്ച് മീൻസ് എ കൈൻഡ് ഓഫ് കണ്ടിന്യൂവേഷൻ. So enjambment means moving from one line to one metrical line to another metrical line without any kind of terminal punctuation. Complete ആയിട്ടുള്ള സ്റ്റോപ്പ് ഇല്ലാതെ. Terminal punctuation means കോമയൊക്കെ ആക്സെപ്റ്റഡ് ആണ്. കോമ മീൻസ് ഇറ്റ് ഇസ് നോട്ട് എ ടെർമിനൽ പങ്ക്ച്വേഷൻ, ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് പോസിങ്. ഇതില്ലാതെ അടുത്ത വരിയിലേക്കുള്ള ഒരു ഒഴുക്കായിട്ടാണ്, ഒരു മെട്രിക്കൽ ലൈനിൽ നിന്ന് അടുത്ത മെട്രിക്കൽ ലൈനിലേക്ക് അല്ലെങ്കിൽ അടുത്ത വരിയിലേക്കുള്ള ഒരു ഒഴുക്കായിട്ടാണ് നമുക്ക് എൻജാംമെൻറ്റിനെ കാണാൻ പറ്റുക. ആ ഒരു ഫ്രഞ്ച് ടേം ആയിട്ടുള്ള എൻജാംമെൻറ്റിനെ കാണാൻ പറ്റുക. അപ്പോൾ ഇത് പോയട്രിയിൽ യൂസ് ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ ചില ഹിഡൻ ഇൻറ്റൻഷൻസ്, ഈ പറഞ്ഞ പോലെ തന്നെ മീനിങ്ങിന് കുറച്ചുകൂടെ എൻറിച്ച്ഡ് ആക്കാൻ ഇങ്ങനൊരു സ്ട്രക്ചറിനെയും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. ആസ് വി ഓൾ നോ ദാറ്റ് ദിസ് പെർട്ടിക്കുലർ പേപ്പർ ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചർ, ഇറ്റ് ഈസ് ജസ്റ്റ് ഹെൽപ്പിംഗ് യു ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ലിറ്ററേച്ചർ ഇസ്, വാട്ട് പോയട്രി ഇസ്. ഓക്കെ, അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവം. നിങ്ങൾ ഇവിടെ കുറേ പഠിച്ച് അങ്ങനെ ഒരു രീതിയിലല്ല ഈ പേപ്പറിനെ കാണേണ്ടത്. യു ഹാവ് ടു ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ വാട്ട് ഇസ് ദിസ് പോയം അബൌട്ട്, വാട്ട് ഓൾ തിങ്സ് ആർ യൂസ്ഡ് ഇൻ ദിസ് പോയം, വാട്ട് ഓൾ കമ്പാരിസൺസ് ആർ മെയ്ഡ്, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മീറ്റർ, ഇതൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ കവി എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ കവിതയിലൂടെ നമുക്ക് തരാനായിട്ടെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കലാണ് ഈ ഒരു മൊഡ്യൂളിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എൻഡ് സ്റ്റോപ്പ് ലൈൻ അല്ലാതെ നെക്സ്റ്റ് ഒരു ലൈനിലേക്ക് ചിന്ത അല്ലെങ്കിൽ ആ പറയുന്ന ഐഡിയ കൺവേ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് ഐദർ ഹി വാണ്ടഡ് ടു ടെൽ യു ദാറ്റ് ഹീ ഈസ് ഇൻ എ തോട്ട് പ്രോസസ്, ഓർ മേ ബി ദ സ്പീക്കർ he might be experiencing a disturbing mind. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോഴാണ് ചിലപ്പോൾ ഇത്തരത്തിലുള്ള എൻജായ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മെക്ബത്തിലെ. ഐ ഹാവ് നോ സ്പർ to prick the sides of my intent, but only vaulting ambition which overleaps itself and falls on the other. How now, what news? മെക്ബത്തിലെ
മെക്ബത്ത് എന്ന് പറയുന്ന ആ ഒരു പ്ലേയിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അറിയാം ഹീ ഈസ് ഹാവിങ് സച്ച് കൈൻഡ് ഓഫ് ലോട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ് കൺഫ്യൂഷൻസ് ഒക്കെ ധാരാളം അദ്ദേഹത്തിന് വരുന്നുണ്ട്. ബിക്കോസ് ഹി വാസ് ആഫ്റ്റർ ഹിസ് അംബീഷൻ, ഹി വാസ് എൻ അംബീഷ്യസ് മാൻ, ഹി വാസ് എ ലിറ്റിൽ ബിറ്റ് വി കുഡ് സേ. പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ അംബീഷ്യസ് ആണ്, നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഗ്രീഡിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കിങ് ആയിട്ടുള്ള ഡങ്കനെ വരെ കൊന്ന് ആ രാജ്യം വീണ്ടെടുക്കാനും ആ ഒരു എസ്റ്റീംഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പൊസിഷനിലേക്ക് എത്താനും ഒക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരാളാണ്. തൻ്റെ എന്താ പറയുക, ഏതൊരു മാർഗ്ഗം സ്വീകരിച്ചാണെങ്കിലും ലക്ഷ്യത്തിലെത്തണം എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ളൊരു വ്യക്തിയായിട്ടൊരു ഗ്രീഡി വാരിയറായിട്ടാണ് നമുക്ക് മെക്ബത്തിനെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ മെക്ബത്തിൻ്റെ ഈ പറയുന്ന ആ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള കൺഫ്യൂഷനെ കാണിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഷേക്സ്പിയറിന് തോന്നിയിട്ടുള്ളത് എന്തായിരുന്നു? എൻജോയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു ഡൈലമ, ആ ഒരു കൺഫ്യൂഷൻ അതിങ്ങനെ അടുത്ത വരിയിലേക്ക് ഇപ്പോൾ നമ്മളുടെ മൈൻഡ് വളരെ ഫേം ആണെങ്കിൽ ദാറ്റ് ലൈൻ വുഡ് ബി ഇൻ എൻ എൻസ്റ്റോപ്ഡ് ലൈൻ. പോയറ്റ് എഴുതുമ്പോൾ അത് എൻസ്റ്റോപ്പ് ലൈനായിട്ട് എഴുതിയേനെ. അതിലെ സ്പീക്കറിൻ്റെ മെൻറ്റാലിറ്റി വളരെ ഫേം ആയിരുന്നെങ്കിൽ, ഒരു അഫർമേഷൻ കൊടുക്കാനായിരുന്നെങ്കിൽ. വെറാസ് ഹിയർ ഹീ ഈസ് കൺഫ്യൂസ്ഡ്. അപ്പോൾ ആ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിനെ കാണിക്കാനായിട്ട് പോയറ്റ് യൂസ് ചെയ്ത ടെക്നിക്കാണ് ഹി ഹാഡ് യൂസ്ഡ് ദ എൻചാംപ്മെൻറ്റ് ഓർ റൺ ഓൺ ലൈൻസ് അദ്ദേഹം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വേറൊരു ലൈൻ നമുക്ക് കാണാൻ പറ്റുന്നത്, കുറച്ചൊന്ന് പേജ് മറിക്കുകയാണെങ്കിൽ, എ ഇ ഹൗസ്മൻസിൻ്റെ എ സ്ട്രോപ്ഷയർ ലാഡ് ടു ലവ്ലിയസ്റ്റ് ഓഫ് ട്രീസ് ദ ചെറി നൗ എന്ന് പറയുന്ന ഒരു പോയത്തിൽ loveliest of trees the cherry now is hung with bloom along the bow and stands above the woodland ride wearing white for Easter tide. ഇവിടെ ആ ഒരു ചെറി ട്രീയുടെ മനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് ബോ, അതിൻ്റെ ആ ഒരു ഇമേജറി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെയും റിപ്പീറ്റഡ് ആയിട്ട് ലൈൻസ് ഇങ്ങനെ അടുത്തേക്ക് അത് ഇങ്ങനെ ആർച്ച് പോലെ ഇതിങ്ങനെ കിടക്കുകയാണ്. ദിസ് സെയിം ക്യാൻ ബി എക്സ്പീരിയൻസ് വൈൽ വി റീഡ് ബിർച്ചസ് വായിക്കുമ്പോൾ നമുക്ക് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ബിർച്ചസ് വായിക്കുമ്പോൾ ഈ ഒരു ഫീലിംഗ് കിട്ടും. ആ മരത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ നമുക്ക് ആ പോയം വായിക്കുമ്പോൾ അതിൻ്റെ നിൽപ്പും അതിൻ്റെ ആ ഒരു ബെൻഡ് ചെയ്തിട്ടുള്ള ഫോമും നമുക്ക് ആ കവിതയുടെ വരികളിൽ ആ ബെൻഡിങ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ മായാഞ്ചലോൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയം നിങ്ങളിനി പഠിക്കാൻ പോകുന്നുണ്ട് വേസ് വിത്ത് വേർഡ്സിൽ. ദാറ്റ് ഈസ് ഓൾഡ് ഫോക്സ് ലാഫ് എന്നുള്ള ഒരു പോയം. ആ ഒരു കവിതയിൽ ലാഫ്റ്ററാണ് ഒരു മെറ്റഫറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പ്രൊലോങ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു കവിതയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലാഫ്റ്റർ, അവരുടെ ആ ഒരു ചിരി അതിങ്ങനെ പ്രൊലോങ് ചെയ്ത് പോകുന്നത് കാണാം. അപ്പോൾ ആ ചിരിയുടെ പ്രൊലോങ്ങിങ് എഫക്റ്റ്, ആ കണ്ടിന്യൂറ്റി അത് കാണിക്കാനായിട്ട് ഷീ ഹാഡ് യൂസ്ഡ് എൻജായ്മെൻറ്റ്, ദിസ് പെർട്ടിക്കുലർ ടെക്നിക് ഓഫ് ഫീച്ചർ ഇൻ ഹർ പോയറ്റിക് സ്ട്രക്ചർ. ആ ചിരിയുടെ പ്രൊലോങ്ങിങ് എഫക്റ്റ് കൊടുക്കാനായിട്ട് ഷീ ഹാഡ് യൂസ് ദ എൻജായ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഓരോ കവികളും ഈ പറയുന്ന പോലെ തന്നെ ഒരു തോട്ട് പ്രോസസ്സോ അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പോലെ ഡിസ്റ്റർബ് മെൻ്റൽ സ്ട്രാറ്റയോ അല്ലെങ്കിൽ ഈ ഇമേജറി, ഈ പറയുന്ന മരത്തിൻ്റെ ആ ഒരു ഹാങ്ങിങ് ബോസ് കാണിക്കാനായിട്ടോ ചിരിയുടെ ആ ഒരു ഇഫക്റ്റ് കാണിക്കാനായിട്ടൊക്കെയോ ദേ വിൽ യൂസ് ദിസ് പെർട്ടിക്കുലർ എൻചാൻമെൻറ്റ്. അപ്പോൾ ഒരു തോട്ട് ഒരു ലൈനിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് എൻ എൻ സ്റ്റോപ്ഡ് ലൈൻ. വെൻ ദാറ്റ് ലൈൻ ഈസ് കണ്ടിന്യൂഡ് ഓർ റണ്ണിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, that is called as run-on lines or enjambment. അപ്പോൾ എൻജായ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. വി ഹാവ് ടു ഗോ ത്രൂ ദ പോയം ഫ്യൂ മോർ ടൈംസ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് തോട്ട് ഇസ് എക്സ്പ്രസ്ഡ് ദർ. എന്നാൽ മാത്രമേ നമുക്കത് എൻജായ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈവൻ പഞ്ച്വേഷൻ പോലും ഒരു എക്സാക്റ്റ് മാനദണ്ഡമല്ല എന്നാണ് പറയുന്നത്. So the only thing we can do is that just read the text very well and go through the famous examples or famous enjambments which we could get from the major sources. അതല്ലാതെ നമുക്കങ്ങനെ ഒരു ഇന്ന പങ്ക്ച്വേഷൻ മാർക്ക് ചിലപ്പോൾ ഈവൻ അതുപോലും ഒരു പേർപ്പസ്ഫുള്ളി ചിലപ്പോൾ അവിടെ ഇട്ടതായിരിക്കാം. ചിലപ്പോൾ വായനക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് മനഃപൂർവ്വം പോയറ്റ് ഇട്ടതായിരിക്കാം. ചിലപ്പോൾ ഒരു ഓപ്പൺ ഇൻ്റർപ്രിട്ടേഷന് വേണ്ടിയിട്ട് ഇട്ടതായിരിക്കാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം എന്നുള്ള രീതിയിൽ ഇട്ടതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് പങ്ക്ച്വേഷൻ മാർക്ക് ഒരിക്കലും ഒരു ഫൈനൽ സ്ട്രാറ്റജി ആയിട്ട് എൻജായ്മെൻറ്റിനെ കണക്കാക്കാൻ എടുക്കരുത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ഈ വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വി ക്യാൻ സീ നെക്സ്റ്റ് സെറ്റ് ഓഫ് അയാംബിക് പെൻഡാമീറ്റർ ലൈൻസ് ഇൻ പേജ് നമ്പർ 46. ലുക്ക് അറ്റ് ദീസ് അയാംബിക് പെൻഡാമീറ്റർ ലൈൻസ്. സോ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് പെൻഡാമീറ്റർ ലൈൻസ് ആണ് അവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഡിവൈഡ് ചെയ്തും കൂടെ അതിൻ്റെ ഒപ്പം നോക്കിയാലോ. The woods decay and fall, the vapors weep their burthen to the ground. ടിഥേർണസ് എന്ന് പറയുന്ന ടെന്നീസൻ്റെ, ആൽഫ്രഡ് ലോർഡ് ടെന്നീസൻ്റെ, വിക്ടോറിയൻ പോയിറ്റ് ആയിട്ടുള്ള ആൽഫ്രഡ് ലോർഡ് ടെന്നീസൻ്റെ മിത്തോളജിക്കൽ ക്യാരക്ടറാണ് ടിഥേർണസ് എന്ന് പറയുന്നത്. ട്രോയ്, ഹോപ്പ് യു ഓൾ നോ അബൌട്ട് ട്രോയിലെ കിങ് ആയിട്ടുള്ള കിങ് പ്രയാമിൻ്റെ ബ്രദറാണ് ടിഥേർണസ് എന്ന് പറയുന്നത്.
ടിത്താണസിൻ്റെ പ്രധാന ഇമ്പോർട്ടൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറോറ എന്ന് പറയുന്ന ഗോഡസ് ഷീ ഹാസ് എ ഹാബിറ്റ് ഓഫ് അബ്ഡക്റ്റിംഗ് വെരി ഹാൻസം യങ് മെൻ. അപ്പോൾ അങ്ങനെ അബ്ഡക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ് ടിത്താണസ് എന്ന് പറയുന്നത്. ആൻഡ് സിയൂസിൻ്റെ കയ്യിൽ നിന്ന് പുള്ളി ബ്ലെസ്സിങ്ങും വാങ്ങിക്കും. ടിത്താണസ് എന്ന് പറഞ്ഞ ഹ്യൂമൻ ബീയിങ് ആണ്. അദ്ദേഹത്തിന് എറ്റേണൽ ആയിട്ടുള്ള ലൈഫ് കൊടുക്കാൻ, ഇമ്മോർട്ടാലിറ്റി കൊടുക്കാനായിട്ടുള്ള വരം ചോദിക്കും. ഇപ്പോൾ ഈ പുരാണങ്ങളിലൊക്കെ വരം ചോദിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു ലൂപ്പ് ഹോൾ കൂടി ഉണ്ടായിരിക്കും. അതായത് എന്തെങ്കിലും ഒരു ചെറിയ പഴുതുണ്ടായിരിക്കും ആ വരത്തിനെതിരെ നിൽക്കുന്ന ഒരു കേസ് പോലെയായിട്ട്. പുള്ളി എന്ത് ചെയ്യും, ഇമ്മോർട്ടാലിറ്റി വേണമെന്ന് ചോദിക്കും, പക്ഷേ എറ്റേണൽ യൂത്ത് വേണം എന്നുള്ളത് ചോദിക്കാൻ മറന്നു പോകും. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഹി won't die and he will become old and old and old and won't die. അപ്പോൾ ഇമ്മോർട്ടലായിട്ട് ഇങ്ങനെ കാലങ്ങളോളം ജീവിക്കും. പക്ഷേ കിളവൻ്റെ കിളവനായിട്ട് ഇങ്ങനെ അയാൾ ആ വാർദ്ധക്യത്തിൽ ഒരുപാട് നാൾ തുടരും. ആൻഡ് അറ്റ് ലാസ്റ്റ് ഷീ വാസ് ഫോഴ്സ്ഡ് ടു ടേൺ ഹിം ഇൻ ടു എ grasshopper. അപ്പോൾ അങ്ങനെ ആയിട്ടൊക്കെ ഇങ്ങനെ കഥ പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല കഥ. ആക്ച്വലി ടെന്നിസൺ ഈ പോയം എഴുതിയപ്പോഴത്തേക്കും കഥയ്ക്ക് വേറൊരു വേർഷനൊക്കെ കൊടുത്തിട്ട് ടിത്താണസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്നൊക്കെയാണ് പോയം പോകുന്നത്. സോ ഇവിടെ എഴുതിയിരിക്കുന്നത് ദ വുഡ്സ് ഡീക്കേ. വുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ കൈൻഡിനെയാണ്, മാൻ ഓർ ഹ്യൂമൻ കൈൻഡിനെയാണ്, മനുഷ്യൻ ജീവിതത്തെയാണ്. നമ്മൾ ഓൾഡ് ആവും, അപ്പോൾ നമ്മൾ ഡീക്കേ ആവും. ഡീക്കേ മീൻസ് ഓൾഡ് ഏജിലേക്ക് എത്തുക. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ പ്രായാധിക്യം മൂലം നമ്മൾ എന്തെങ്കിലും മരിക്കുമ്പോൾ ദ വേപ്പേഴ്സ് വീപ് ദിയർ ബർത്ത് ടു ദ ഗ്രൗണ്ട് ആൻഡ് വി വിൽ ബി ബറീഡ് ടു ദ ഗ്രൗണ്ട്, ടു ദ സോയിൽ. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റാണ് ഈ ഒരു 2 ലൈനിലൂടെ പറഞ്ഞു പോകുന്നത്. നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും ആവശ്യമില്ല, എപ്പോഴും പറയുന്ന പോലെ സ്ട്രക്ചർ മാത്രം നോക്കുക. അപ്പോൾ തൽക്കാലം ദ വുഡ്സ്. സോ അയാംബിക്ക എന്ന് കൊടുത്ത കാരണം നമുക്കറിയാം 2 ഈശയുള്ള സിലബിളാക്കി ഡിവൈഡ് ചെയ്താൽ മതി. സോ ദ വുഡ്സ് 1 foot, DK 2 സിലബിളുണ്ട്. 2nd foot, again the woods 3rd foot, DK 4th foot and fall 5th foot. So 1 2 3 4 5 feet. So 5 meters. That means pentameter. And follow ചെയ്തിരിക്കുന്ന pattern, it's I am unstressed. So the woods decay. So the woods decay, the woods decay and fall. സോ അവിടെ എംഫസൈസ് ചെയ്യുന്നത് വുഡ്സിനെയാണ്. DK, ദാറ്റ് പെർട്ടിക്കുലർ വേർഡിൽ DK, കെയുടെ അവിടെയാണ് സ്ട്രെസ് വരുന്നത്. ആൻഡ് ഫോൾ ആണ് ഇമ്പോർട്ടൻറ്റ്. ഫോൾ, വീഴുക, നശിക്കുക, മരിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. ദ വേപ്പർ എന്നുള്ളത് ഡൈസിലബിക് ആയിട്ടുള്ള വേർഡാണ്. സോ അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ദ വേ എന്നുള്ളത് 1 ഫൂട്ടായി. സ്വീപ്പ് എന്നുള്ളത് 2ാമത്തെ ഫൂട്ടായി. ദയർ ബർദൻ മീൻസ് ബേർഡൻ, ദാറ്റ് ബോഡി. ബേർദൻ എന്നുള്ളത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ എന്നുള്ളത് നെക്സ്റ്റ് ഫൂട്ടായി. ദെൻ എന്നുള്ളത് നെക്സ്റ്റ് 4th ഫൂട്ടായി. ദ ഗ്രൗണ്ട് 5th ഫൂട്ടായി. അപ്പോൾ അഗൈൻ 5 feet അവിടെ വരും, 5 meter വരും, പെൻറ്റാമീറ്റർ, അയാംബിക് പെൻറ്റാമീറ്റർ. അപ്പോൾ അങ്ങനെ ഒരു നമ്മളുടെ മുന്നിൽ കാണുന്ന എല്ലാ ലൈൻസും ഇതുപോലെ ടെക്സ്ച്വൽ ആയിട്ടുള്ള ലൈൻസൊക്കെ ഇതുപോലെ ഡിവൈഡ് ചെയ്തിട്ട് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ടുഡേ നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു തോട്ട്, ഒരു പോയറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു വരിയിൽ തന്നെ അത് എക്സ്പ്രസ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ലൈൻ ഇസ് കോൾഡ് ആസ് എൻ സ്റ്റോപ്ഡ് ലൈൻ. ഈവൻ ദിസ് പെർട്ടിക്കുലർ ലൈൻ, ദ വുഡ്സ് ഡീക്കേ ആൻഡ് ഫോൾ എന്നുള്ള ഈ ഒരു ലൈനും എൻ സ്റ്റോപ്ഡ് ലൈനാണ്. കാരണം അവിടെ തോട്ട് അടുത്തയിലേക്ക് കൺവേ ചെയ്ത് പോകുന്നില്ല. വൊറാസ് തോമസ് ഹാർഡിയുടെ ആ ഒരു പോയത്തിൽ അദ്ദേഹത്തിൻ്റെ തോട്ട്, ഡിസീസ്ഡ് വൈഫിനെ കുറിച്ചുള്ള തോട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. എമിലി ഡിക്കിൻസിൻ്റെ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്തിലും കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് ലൈനിലേക്ക് വരുന്നുണ്ട്. ആൻഡ് മെക്ബത്തിൻ്റെ, ഷേക്സ്പിയറിൻ്റെ മെക്ബത്ത് എന്ന് പറയുന്ന ഡ്രാമയിലെ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള എക്സ്ട്രാക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെക്ബത്തിൻ്റെ തോട്ടും ഡിസ്റ്റർബ്ഡ് മൈൻഡും കൺഫ്യൂസ്ഡ് മൈൻഡും നെക്സ്റ്റ് ലൈനിലേക്ക് കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഒരു മെട്രിക്കൽ ലൈനിൽ നിന്ന് അടുത്ത ലൈനിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സ്ട്രക്ചറിന് പറയുന്ന പേരാണ് എൻജാംമെൻറ്റ് എന്നുള്ളത്. ദാറ്റ് ഈസ് എ ഫ്രഞ്ച് ടേം, എൻജാംമെൻറ്റ്. അപ്പോൾ അങ്ങനെ എൻജാംമെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനും എൻ സ്റ്റോപ്പ് ലൈൻ ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. We can discuss few more examples in the next classes. Till then, all of you take care, be safe and be strong. Tata, bye.